Hi dears and welcome back to my channel All in My Style. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാലിലെ ഡ്രൈ സ്കിന്ന് മാറ്റിയെടുത്തതിനെ കുറിച്ചൊരു വീഡിയോ. ആ വീഡിയോ ഞാൻ എടുക്കുമ്പോഴോ അത് പോസ്റ്റ് ചെയ്യുമ്പോഴോ ഒരിക്കലും ഞാൻ 1K വ്യൂസ് പോലെ ആവില്ല എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അത്. പക്ഷെ അതിപ്പോൾ 3 lakhന് മുകളിൽ കടന്നു പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ആദ്യം തന്നെ താങ്ക്സ് പറയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിടുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് എനിക്കും എൻ്റെ ഏട്ടനും മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ എന്നുള്ളതാട്ടോ വിചാരിച്ചത്. പക്ഷെ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അതുകൊണ്ട് സന്തോഷിക്കാൻ വിചാരിക്കരുത് കേട്ടോ. ആ വീഡിയോ അത്ര വ്യൂസ് കിട്ടിയതിന് സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ആളുകൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ. പിന്നെ അതിന് താഴെ കമൻസിൽ ഒരുപാട് പോസിറ്റീവ് കമൻസ് ആണുള്ളത്, പക്ഷെ നെഗറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ. എന്ത് കാര്യമായാലും നമ്മൾ എന്താ പറയുക, ഒരാൾക്ക് എല്ലാവർക്കും ചിലപ്പം സ്യൂട്ടബിൾ ആവണമെന്നില്ല. സ്യൂട്ടബിൾ ആവാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യം ഞാനത് ഷെയർ ചെയ്തെന്നുള്ളൂ. അത് ഞാനായിട്ട് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതൊന്നുമല്ല. അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ചാനലിലെ ചേച്ചി പറയുന്നത് കേട്ടിട്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്. പക്ഷെ ട്രൈ ചെയ്യുമ്പോഴും ഞാൻ അതെനിക്ക് അത്രയും റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. പക്ഷെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന ആളല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് കിടന്നോട്ടെ. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് അറിയാലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു എന്താ പറയുക, സ്കിൻ ഡിസീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയണമല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ആദ്യം ആ വീഡിയോ എന്തായിരുന്നു ഞാൻ പറയാം. ചിലപ്പം എല്ലാവരും ആ വീഡിയോ കാണാത്തവരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ അത് എനിക്ക് കുറേ വർഷം, 15 വർഷത്തിലേറെ ആയിട്ട് എൻ്റെ കാലിൽ ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നു. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്, ഫേസും ഹാൻഡും ഒക്കെ. ഡ്രൈ സ്കിൻ പറഞ്ഞാൽ നമ്മളൊരു മൊളിച്ചിൽ എന്ന് പറയും, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ മൊളിച്ചിൽ എന്നൊക്കെ പറയും. ഒരു വര പോലെയൊക്കെ ആയിട്ട്, പിന്നെ കറുത്ത കുത്തൊക്കെ പോലെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കുറേ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ കുറച്ച് കുറയുന്നില്ലാതെ മുഴുവനായിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ചാനലിൽ ഞാൻ ചേച്ചി പറയണതൊക്കെ, ദീപ്തി ചേച്ചിനെ അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ചാനലിൽ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അത് റോസ് വാട്ടറും ഗ്ലിസറിനും എടുക്കുക, എന്നിട്ട് സെയിം ഈക്വൽ എമൗണ്ടിൽ തന്നെ രണ്ടും എടുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ എവിടെയാണോ ഡ്രൈ സ്കിൻ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക. അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചൂട് വരും, ആ ചൂട് വരണം, അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. എന്നിട്ട് അത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ വീഡിയോ കേട്ടോ. അങ്ങനെ അതിന് താഴെയുള്ള കമൻസുകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വേറെ വേറെ അല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പം അങ്ങനെ കുറേ താങ്ക്സ് പറഞ്ഞിട്ട് എനിക്ക്, ഞാനൊരു യൂട്യൂബർ ആയതിനു ശേഷം എനിക്ക് ആദ്യമായിട്ടാണ് അത്ര വ്യൂസും അത്ര കമൻസും അത്ര ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ എനിക്കൊരു കുറേ പേരൊന്നുമില്ല, ഒരു 3-4 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് തന്നെ. ശരിക്കും റിസൾട്ട് കിട്ടി, താങ്ക് യു പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ കമൻസിൽ കുറേ പേര് കുറേ ഡൗട്ട് ചോദിക്കണം ഞാൻ കണ്ടു. അപ്പോൾ കുറേ എണ്ണത്തിന് ഞാൻ എന്താ പറയുക റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എപ്പോഴും കമൻസ് തിരക്കുള്ള യൂട്യൂബറൊന്നും ആയിട്ടല്ല കേട്ടോ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കുണ്ട്. ഞാൻ ചിലപ്പം കമൻ്റ് ഒന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കമൻസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം അവർ ചോദിച്ചത് തന്നെ വേറൊരാൾ വീണ്ടും, അങ്ങനെ റിപ്പീറ്റേഷൻ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ കുറേ എണ്ണത്തിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഓരോ കമൻറ്റിലും ഇങ്ങനെ പറയുന്നതിനേക്കാളും ഇത് വീണ്ടും ഒന്ന് പറയുമ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആ കമൻസിനൊക്കെ ഉള്ളൊരു റിപ്ലൈ എന്ന രീതിയിൽ, കമൻസിന് മറുപടി എന്നുള്ള രീതിയിൽ കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. പിന്നൊരു കാര്യം പറയാൻ മറന്നു, അതിൽ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും വാരി വലിച്ച് പറയുന്നത്, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു പോയാൽ പോരെ.
ശരിയാണ്, അതൊരു കറക്റ്റ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അത് ഒരിക്കലും അത്ര ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തെടുത്തോന്നല്ല. നമുക്ക് നമ്മളെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതും ലാഗായി പോകുമെന്ന് അറിയില്ല. നമുക്ക് ലൈഫിൽ അത്രയും ഒരു റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ഞാൻ അത്രയും ഫേസ് ചെയ്തൊരു സംഭവമാണ് അത്, ഒരു ബുദ്ധിമുട്ടാണത്. അപ്പം അതിന് റിസൾട്ട് കിട്ടി, അതിൻ്റെ കാക്ക കാര്യം അതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഈ കാക്ക സമ്മതിക്കില്ല. അപ്പം അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആയി പോയതാണ് ഗൈസ്. ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് കുറേ അധികം വാരി വലിച്ച് പറഞ്ഞു, ശരിയാണ്, പക്ഷെ അത് പറ്റിപ്പോയി. ഓക്കെ, അങ്ങനെ കുറച്ച് കമൻറ്റ് കണ്ടു, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലവരിപ്പോൾ ഞാനാണെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടന്റിൻ്റെ അവിടെ മാത്രം കണ്ട് സ്കിപ്പ് അടിച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളത് കുളി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയണമെന്ന് ചോദിക്കുന്നവരോട് കേട്ടോ, വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുളി കഴിഞ്ഞിട്ട് നോർമൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു നനവോടെ തന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്തെടുക്കും മറന്നു നമ്മുടെ ഫേസിലല്ല നമ്മുടെ ഫുൾ ബോഡിയോ, അല്ലെങ്കിൽ ലെഗിലാണെങ്കിൽ ലെഗിൽ, ഹാൻഡ്സിലാണെങ്കിൽ ഹാൻഡ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളൊരു ലൈക്ക് ബോഡി ലോഷൻ പോലെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ അതിനൊരു സ്റ്റിക്കിനെസ് ഉണ്ടായിരിക്കും. ഗ്ലിസറിനും കുറച്ച് നല്ലോണം തിക്കാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ യൂസ് ചെയ്തവർക്ക്. അപ്പോൾ അതിന് കൊണ്ടുള്ളൊരു ഒട്ടൽ പോലെയാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ്, ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാവോ എന്നുള്ളത്. എന്തായാലും ഒരു വയസ്സിന് താഴെ, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1.5 വയസ്സും കുഴപ്പമില്ല, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. യൂസ് ചെയ്തെന്ന് വിചാരിച്ചത് ഒരു പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. അവരുടെ സോപ്പിലൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ഗ്ലിസറിൻ കണ്ടന്റ്. പക്ഷെ നമ്മളത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യില്ല. പിന്നെ അവരുടെ സ്കിൻ ആ ഒരു ടൈമിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളുടെ സ്കിൻ ഓരോ പോലെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാറുണ്ട്, അതിനെ സംബന്ധിച്ചൊരു സങ്കടമുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ. അഥവാ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് കുട്ടികളെ ഡോക്ടറെ കാണിക്കുമല്ലോ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂസ് ചെയ്യരുത്. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് കുട്ടിക്ക് പാച്ച് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കുക. കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ബേണിങ് സെൻസേഷനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുവന്ന് തടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. അതല്ല കുട്ടിക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. പിന്നെ അടുത്ത വന്നിട്ടുള്ള കമൻ്റാണ്, ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫേസിൽ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അതിന് ഭയങ്കര തിക്നെസ്സാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഒട്ടൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്തിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പൊടി പടലങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ ഫേസിലൊക്കെ അത് വരാനും കൂടുതലായിട്ട് അവിടെ ഒട്ടി നിൽക്കുന്ന ഒരു ഇതല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇതിലേക്കൊക്കെ അഴുക്കുകളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യുക. നൈറ്റിൽ എന്തായാലും നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ പൊടി പടലങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മളെ റൂമിൽ ഇല്ലാതിരിക്കില്ല, പക്ഷെ എന്നാലും പുറത്തത്തെ അത്ര ഉണ്ടാവില്ല. അപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളവർ നൈറ്റിൽ യൂസ് ചെയ്യാട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനൊരു വഴുവഴുപ്പും ഒരു ഒട്ടലും അത് നോർമലി ഉള്ളതാണ്. പിന്നെ വന്നിട്ടുള്ള ഒന്നായിരുന്നു, ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുകയെന്ന്. ഞാൻ വാങ്ങിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. മെഡിക്കൽ സ്റ്റോറിലും പിന്നെ ചില ഫാൻസി ഔട്ട്ലെറ്റുകളിലും ഈ ഒരു ഗ്ലിസറിൻ ഉണ്ട് കേട്ടോ. അത് ഏതാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ ആണോ, അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്കറിയില്ല കേട്ടോ. ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ഞാൻ നോർമലാണ് വാങ്ങിച്ചത്. നമ്മളെ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു 70 രൂപയിൽ താഴെ വരുന്ന ടൈപ്പ് ഗ്ലിസറിനാണ് കേട്ടോ യൂസ് ചെയ്തല്ല. പ്രത്യേകിച്ച് അതിന് ഇന്നൊരു ഗ്ലിസറിൻ ഒന്നുമില്ല. പിന്നെ റോസ് വാട്ടർ, അത് നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം, വില കൂടിയതും യൂസ് ചെയ്യാം, പറ്റ വില കുറഞ്ഞത് യൂസ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. ഒരു മീഡിയം ലെവലിൽ ഉള്ളത് യൂസ് ചെയ്യാം. അടുത്ത ഒന്നാണ്, ഇത് മിക്സ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ അപ്പം മിക്സ് ചെയ്യണതാണോ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഗ്ലിസറിൻ എടുക്കുക, കുറച്ച് റോസ് വാട്ടർ എടുക്കുക, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചൂട് ഇങ്ങനെ വരും. ആ ചൂടാണ് നമ്മളതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസം അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. കുറേ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയും. അപ്പം നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടാൻ, നല്ല എഫക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യണം വേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് റോസ് വാട്ടർ തന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ആയാൽ ഒന്നും കൂടെ ബെറ്റർന്നേ ഉള്ളൂ, നിർബന്ധമില്ല. പക്ഷേ റോസ് വാട്ടറാണ് ഒന്നും കൂടെ റിസൾട്ട് തരുന്നത്. അപ്പോൾ ഗ്ലിസറിൻ്റെ കൂടെ നമ്മളെ നോർമൽ വെള്ളവും നമുക്ക്
യൂസ് ചെയ്യാം കേട്ടോ. അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് ആധികാരികമായി ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. ഞാനത് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് റിസർച്ചൊക്കെ നടത്തുമ്പോൾ അറിയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ മെഡിക്കലി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലൊന്നും എനിക്കറിയില്ല. നമ്മൾ ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ വന്നൊരു കാര്യം, ഇത് യൂസ് ചെയ്ത് എത്ര കാലം യൂസ് ചെയ്യണം, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, വീണ്ടും വരുന്നുണ്ടല്ലോ നിർത്തിയാൽ എന്ന്. ഒരിക്കലും വീണ്ടും വരില്ല എന്ന് ഞാൻ പറയില്ല ഗൈസ്. കാരണം വീണ്ടും വരും. നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ മുഖം സത്യത്തിൻ്റെ മുഖം വികൃതമാണ് ഉണ്ണി എന്ന് പറയല്ലോ ഏതോ സിനിമയിൽ എന്ന പോലെ വരും. ഇല്ലയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒരു ഡ്രൈനസ് ഉള്ള ഒരാളാണെങ്കിൽ ഇത് കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് മാറും. എൻ്റെ കേസത്തെ കാര്യമാണ്, ഫുള്ളായിട്ട് മാറും. എന്നിട്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് വീണ്ടും വരുന്നുണ്ട്, എന്നാൽ കുറച്ച് ആളുകൾക്ക് അത് വീണ്ടും വരുന്നില്ല. അതായത് കുറച്ച് ഡ്രൈനസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും, അപ്പോൾ അവർക്ക് ചിലപ്പം വീണ്ടും വരില്ല. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പക്ഷേ എന്നെപ്പോലെ നന്നായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർ, അത്രയും ഡ്രൈനസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തുമ്പോൾ ഫുള്ളായിട്ട് വരില്ല. ഞാൻ യൂസ് ചെയ്ത് നിർത്തി എനിക്കിത് ഫുള്ളായിട്ട് തിരിച്ച് വന്നിട്ടില്ല, കുറച്ച് തിരിച്ച് വരും, ഒരു പകുതിയോളം. അപ്പം ഞാൻ വീണ്ടും യൂസ് ചെയ്യും. മടിയാണ് മെയിൻ, പറയാതിരിക്കാൻ വയ്യ. കുറച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മാറുമ്പോൾ നോർമലി നമ്മൾ മനുഷ്യന്മാരല്ലേ, അപ്പം നമ്മൾ നിർത്തും. അതിങ്ങനെ യൂസ് ചെയ്യാനൊക്കെ കുറച്ച് പാടുള്ള പരിപാടിയാണ്, 2 എണ്ണം മിക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം നിർത്തും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പം നമ്മൾ ചൂടുകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല, കുറേ കഴിഞ്ഞിട്ടൊക്കെ ഇടയ്ക്ക് ഒരു ഡ്രൈനസ് ഒക്കെ വരാറുള്ളൂ. പക്ഷെ നമ്മളെ ഒരു തണുപ്പിൻ്റെ ഒരു സമയമുണ്ടല്ലോ, മഴയെ തന്നെ ഒരു തണുപ്പ് കാറ്റും അങ്ങനത്തെ ഒക്കെ ഒരു ആ ഒരു ക്ലൈമറ്റിലാണ് കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നല്ലോണം വരും. അപ്പോൾ ഞാൻ വീണ്ടും യൂസ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യുക. പക്ഷേ ഇത് പൂർണ്ണമായിട്ട്, അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കാലത്തും വരാതിരിക്കാനുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചില്ല. കാരണം ഇത് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതന്നെയാണ് പണ്ട് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്. പക്ഷെ അന്ന് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും അറിഞ്ഞിട്ടില്ല കേട്ടോ. അല്ലാതെ കാണിച്ച സമയത്ത് നമ്മൾ ആ ഡ്രൈനസ് ഇല്ലാണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളൊരു പോംവഴി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എനിക്കത് ലൈഫ് ലോങ് യൂസ് ചെയ്താലും വേണ്ടില്ല, എനിക്ക് ആ ഒരു ഇത് എൻ്റെ കാലിലില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. അപ്പം അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, യൂസ് ചെയ്താൽ എന്താ അപ്പം മാറും, പിന്നെയും വരുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയുള്ളൊരു യൂസ് ചെയ്യേണ്ട, കുഴപ്പമില്ല, അവരിഷ്ടം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു മഹാമാരിക്കുള്ള മരുന്ന് തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല, എനിക്കത് എൻ്റെ കാല് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഒരു ആനന്ദകരമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കുറച്ച് നിർത്തും. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യില്ല. പിന്നെയും വരാൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ പോയിട്ട് വീണ്ടും യൂസ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, യൂസ് ചെയ്താൽ നിർത്തിയാൽ വീണ്ടും വരുമോ ചേച്ചിന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബിജിന സുജീഷ് എന്നാണ് ID ഞാൻ കൊടുക്കാം. അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, ഉറങ്ങാത്ത സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ബിജിന സുജീഷ് എന്നാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.